ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള PSC ഷോർട്ട് നോട്ട്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് വരുന്ന എല്ലാ എക്സാമുകളിലും ഉപകാരപ്പെടുന്ന കുറച്ച് ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ. 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ. ഫയർബേർഡ് എന്ന നോവലിനാണ് പുരസ്കാരം. ഫയർബേർഡ് എന്ന നോവലിനാണ് പുരസ്കാരം. ആലണ്ടപ്പാച്ചി എന്ന നോവൽ തമിഴിൽ നിന്ന് ജനനി കണ്ണനാണ് ഫയർബേർഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ആലണ്ടപ്പാച്ചി എന്ന നോവൽ തമിഴിൽ നിന്ന് ജനനി കണ്ണനാണ് ഫയർബേർഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഗ്രന്ഥകാരന് 25 ലക്ഷം രൂപയും പരിഭാഷകയ്ക്ക് 10 ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത്. ഖാലിദ് ജാവേദിന്റെ ദ പാരഡൈസ് ഓഫ് ഫുഡാണ് 2022 പുരസ്കാരം നേടിയത്. ബാരൻ ഫറൂവിയാണ് ഈ ഉറുദു നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. 2022 പുരസ്കാരം നേടിയത് ഖാലിദ് ജാവേദിന്റെ ദ പാരഡൈസ് ഓഫ് ഫുഡ്. ബാരൻ ഫറൂവിയാണ് ഈ ഉറുദു നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇന്ത്യൻ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി JCB ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് JCB സാഹിത്യ പുരസ്കാരം. ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതോ ആയ കൃതികളാണ് അവാർഡിന് പരിഗണിക്കുന്നത്. 3 മലയാളികൾക്കാണ് JCB പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2018 ബെന്യാമിൻ, 2020 ഹരീഷ്, 2021 M മുകുന്ദൻ. 3 മലയാളികൾക്കാണ് JCB പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ബെന്യാമിൻ, ഹരീഷ്, മുകുന്ദൻ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് JCB സാഹിത്യ പുരസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് JCB സാഹിത്യ പുരസ്കാരം. സമ്മാനത്തുക 25 ലക്ഷം രൂപ. ഇന്ത്യൻ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി JCB ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് JCB സാഹിത്യ പുരസ്കാരം. ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതോ ആയ കൃതികളാണ് അവാർഡിന് പരിഗണിക്കുന്നത്. 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ. ആലണ്ടപ്പാച്ചി എന്ന നോവൽ തമിഴിൽ നിന്ന് ജനനി കണ്ണനാണ് ഫയർബേർഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. കേരളം 99.5% ഭൗതിക പുരോഗതി നേടി. 2ാം സ്ഥാനം ഒഡീഷ, 3ാം സ്ഥാനം ബീഹാർ. കേരളം 99.5% ഭൗതിക പുരോഗതിയാണ് നേടിയത്. 2ാം സ്ഥാനത്ത് ഒഡീഷയാണ്, ബീഹാറാണ് 3ാം സ്ഥാനത്ത്. 4 സംസ്ഥാനങ്ങൾ മാത്രമാണ് 60% മുകളിൽ പുരോഗതി കൈവരിച്ചത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. 2ാം സ്ഥാനം ഒഡീഷ, 3ാം സ്ഥാനം ബീഹാർ. 4 സംസ്ഥാനങ്ങൾ മാത്രമാണ് 60% മേൽ പുരോഗതി കൈവരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി പ്രവർത്തിച്ച മലയാളി അടുത്തിടെ അന്തരിച്ചു. പേര് S വെങ്കിട്ടരമണൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി പ്രവർത്തിച്ച മലയാളി അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് S വെങ്കിട്ടരമണൻ. 1990-92 കാലത്താണ് RBIയുടെ 18ാമത് ഗവർണറായി പ്രവർത്തിച്ചത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആദ്യ കേരളീയൻ കൂടിയാണ് ഇദ്ദേഹം. 1985-89 കാലത്ത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. 1990-92 കാലത്താണ് RBIയുടെ 18ാമത് ഗവർണറായി പ്രവർത്തിച്ചത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ആദ്യ കേരളീയൻ കൂടിയാണ് ഇദ്ദേഹം. 1985-89 കാലത്ത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. അടുത്തത്, ഏത് സംസ്ഥാനത്താണ് കേന്ദ്ര ട്രൈബൽ സർവകലാശാല രൂപവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? തെലങ്കാന. ഏത് സംസ്ഥാനത്താണ് കേന്ദ്ര ട്രൈബൽ സർവകലാശാല രൂപവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? തെലങ്കാന. ഗോത്രദേവതകളായ സമാക്ക, സരാക്ക എന്നിവയുടെ നാമധേയത്തിൽ തെലങ്കാനയിലെ മുലുഗു ജില്ലയിൽ സ്ഥാപിക്കുന്ന സർവകലാശാലയ്ക്ക്
889.07 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം മാനവീയം വീതി തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം മാനവീയം വീതി തിരുവനന്തപുരം. രാത്രി ജീവിതം ആസ്വദിക്കാനുള്ള കേന്ദ്രമാണിത്. രാത്രി 8 മണി മുതൽ പുലർച്ചെ 5 വരെ വീതി ഉണർന്നിരിക്കും. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം തിരുവനന്തപുരത്തെ മാനവീയം വീതിയാണ്. രാത്രി ജീവിതം ആസ്വദിക്കാനുള്ള കേന്ദ്രമാണിത്. രാത്രി 8 മുതൽ പുലർച്ചെ 5 വരെ വീതി ഉണർന്നിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഏത് നിയമത്തെ പറ്റിയുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്? പോക്സോ നിയമം. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഏത് നിയമത്തെ പറ്റിയുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്? പോക്സോ നിയമം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നതാണ് പൂർണ്ണനാമം. പോക്സോ ആക്ടിന്റെ ഫുൾ നെയിം എന്തുവാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നതാണ് പൂർണ്ണനാമം. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിലാണ് കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയത്. അടുത്ത വർഷം 1, 3, 5, 6, 7, 9 ക്ലാസുകളിലും 2025-26 മറ്റു ക്ലാസുകളിലും പാഠ്യപദ്ധതിയിൽ ബോധവൽക്കരണം ഉൾപ്പെടുത്തും. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നതാണ് പോക്സോ ആക്ടിന്റെ ഫുൾ ഫോം. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിലാണ് കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയത്. SCRT കൗൺസിലാണ് കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഊരുവിലക്കിന് വിധേയയായ ഗോത്ര വനിത അടുത്തിടെ അന്തരിച്ചു. പേര് ബുദിനി മെജാൻ. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഊരുവിലക്കിന് വിധേയയായ ഗോത്ര വനിത അടുത്തിടെ അന്തരിച്ചു. പേര് ബുദിനി മെജാൻ. 1959 ഡിസംബർ 6 ഇന്നത്തെ ജാർഖണ്ഡിൽ ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചത് ബുദിനിയായിരുന്നു. ആ മാല നെഹ്റു ബുദിനിക്ക് തിരികെ ഇട്ടു നൽകി. അണക്കെട്ടിലെ നിർമ്മാണ തൊഴിലാളി കൂടിയായിരുന്നു അന്ന് 15-കാരിയായ ബുദിനി. ഗോത്രത്തിന് പുറത്തുള്ളയാളെ മാലയിട്ടു എന്ന കാരണത്താൽ സാന്താൾ ഗോത്ര സമൂഹം ബുദിനിയെ തിരസ്കരിച്ചു. ബുദിനി എന്ന പേരിൽ അവരുടെ ജീവിതം സാറ ജോസഫ് നോവലിലൂടെ ആവിഷ്കരിച്ചു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ടു സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഊരുവിലക്കിന് വിധേയയായ ഗോത്ര വനിത അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേരാണ് ബുദിനി മെജാൻ. 1959 ഡിസംബർ 6 ഇന്നത്തെ ജാർഖണ്ഡിൽ ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചത് ബുദിനിയായിരുന്നു. ആ മാല നെഹ്റു ബുദിനിക്ക് തിരികെ ഇട്ടു നൽകി. ഗോത്രത്തിന് പുറത്തുള്ളയാളെ മാലയിട്ടു എന്ന കാരണത്താൽ സാന്താൾ ഗോത്ര സമൂഹം ബുദിനിയെ തിരസ്കരിച്ചു. ബുദിനി എന്ന പേരിൽ അവരുടെ ജീവിതം സാറ ജോസഫ് നോവലിലൂടെ ആവിഷ്കരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക്. ചന്ദ്ര. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് ചന്ദ്ര. അടുത്തത്, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് അലോക് ശർമ്മ. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് അലോക് ശർമ്മ. UP സ്വദേശിയാണ് ഇദ്ദേഹം. കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായിരുന്ന പദവിയിലിരിക്കെ അന്തരിച്ച അരുൺകുമാർ സിൻഹയുടെ പിൻഗാമിയായാണ് നിയമനം. കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായിരുന്ന പദവിയിലിരിക്കെ അന്തരിച്ച അരുൺകുമാർ സിൻഹയുടെ പിൻഗാമിയായാണ് നിയമനം. UP സ്വദേശിയാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് അലോക് ശർമ്മ. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ISRO ചെയർമാൻ S സോമനാഥിന്റെ ആത്മകഥ നിലാവ് കുടിച്ച സിംഹങ്ങൾ. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ISRO ചെയർമാൻ S സോമനാഥിന്റെ ആത്മകഥ നിലാവ് കുടിച്ച സിംഹങ്ങൾ. വിവാദത്തെ തുടർന്ന് പുസ്തകം പിന്നീട് വിപണിയിൽ നിന്ന് പിൻവലിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് ചന്ദ്ര. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് അലോക് ശർമ്മ. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ISRO ചെയർമാൻ S സോമനാഥിന്റെ ആത്മകഥ
നിലാവ് കുടിച്ച സിംഹങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക്. പ്രതിവർഷം 1500 രൂപ വീതം നൽകുന്ന പദ്ധതിയാണിത്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ഹീരാലാൽ സമാരിയ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ഹീരാലാൽ സമാരിയ. ഈ പദവിയിലെത്തുന്ന ആദ്യ ദളിത് വിഭാഗക്കാരനാണ് ഇദ്ദേഹം. യശ്വർദ്ധൻ കുമാർ സിൻഹ വിരമിച്ച ഒഴിവിലാണ് നിയമനം. വിവരാവകാശ കമ്മീഷണറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. രാജസ്ഥാനിലെ ഭാഗൽപൂർ സ്വദേശിയാണ് തെലങ്കാന കേഡറിലെ ഈ മുൻ IAS ഉദ്യോഗസ്ഥൻ. പുതിയ വിവരാവകാശ കമ്മീഷണർമാരായി ആനന്ദി രാമലിംഗം, വിനോദ് കുമാർ തിവാരി എന്നിവരും ചുമതലയേറ്റു. നിലവിൽ 4 വിവരാവകാശ കമ്മീഷണർമാരാണ് കേന്ദ്രത്തിലുള്ളത്. 6 പേരുടെ ഒഴിവുണ്ട്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ഹീരാലാൽ സമാരിയ. യശ്വർദ്ധൻ കുമാർ സിൻഹ വിരമിച്ച ഒഴിവിലാണ് നിയമനം. വിവരാവകാശ കമ്മീഷണറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. രാജസ്ഥാനിലെ ഭാഗൽപൂർ സ്വദേശിയാണ് തെലങ്കാന കേഡറിലെ ഈ മുൻ IAS ഉദ്യോഗസ്ഥൻ. പുതിയ വിവരാവകാശ കമ്മീഷണർമാരായി ആനന്ദി രാമലിംഗം, വിനോദ് കുമാർ തിവാരി എന്നിവരും ചുമതലയേറ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത്. കാസർഗോഡ്. ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്. ജില്ലാ വൃക്ഷം കാഞ്ഞിരം. ജീവി പാലപ്പൂവൻ ആമ. പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത്. ചെടി പെരിയ പോളിത്താളി. ഒന്നുകൂടി, ജില്ലാ വൃക്ഷം കാഞ്ഞിരം, ജീവി പാലപ്പൂവൻ ആമ, പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത്, ചെടി പെരിയ പോളത്താളി. കാഞ്ഞിരം എന്നർത്ഥമുള്ള കാസറ എന്ന പദത്തിൽ നിന്നാണ് കാസർഗോഡ് എന്ന സ്ഥലനാമം രൂപം കൊണ്ടത്. ഇതിനാലാണ് കാഞ്ഞിരം ജില്ലാ വൃക്ഷമായത്. രാജ്യത്ത് ആദ്യമായാണ് ജില്ലാതലത്തിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം. ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്. ജില്ലാ വൃക്ഷം കാഞ്ഞിരം, ജീവി പാലപ്പൂവൻ ആമ, പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത്, ചെടി പെരിയ പോളത്താളി. അടുത്ത ക്വസ്റ്റ്യൻ, സോപാന സംഗീതത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ അടുത്തിടെ അന്തരിച്ച കലാകാരി. പ്രൊഫസർ ലീല ഓംചേരി. സോപാന സംഗീതത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ അടുത്തിടെ അന്തരിച്ച കലാകാരി പ്രൊഫസർ ലീല ഓംചേരി. അഭിനയ സംഗീതം, സംഗീതത്തിന്റെ പദവും പാദവും, കഥാഭാരതി, ഇന്ത്യൻ മ്യൂസിക് ആൻഡ് അപ്ലൈഡ് ആർട്സ്, കേരളത്തിലെ ലാസ്യരചനകൾ തുടങ്ങിയ കൃതികളുടെ രചയിതാവാണ്. സംഗീത സംഭാവനകൾ പരിഗണിച്ച് 2009 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിരുന്നു. സോപാന സംഗീതത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ അടുത്തിടെ അന്തരിച്ച കലാകാരി പ്രൊഫസർ ലീല ഓംചേരി. അഭിനയ സംഗീതം, സംഗീതത്തിന്റെ പദവും പാദവും, കഥാഭാരതി, ഇന്ത്യൻ മ്യൂസിക് ആൻഡ് അപ്ലൈഡ് ആർട്സ്, കേരളത്തിലെ ലാസ്യരചനകൾ തുടങ്ങിയ കൃതികളുടെ രചയിതാവാണ്. സംഗീത സംഭാവനകൾ പരിഗണിച്ച് 2009 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 6 പതിറ്റാണ്ടോളം ഇന്ത്യൻ വ്യോമസേനയ്ക്കായി പറന്ന ഏത് വിമാനങ്ങളാണ് സേനയിൽ നിന്ന് വിട ചൊല്ലുന്നത്? MiG-21. 6 പതിറ്റാണ്ടോളം ഇന്ത്യൻ വ്യോമസേനയ്ക്കായി പറന്ന ഏത് വിമാനങ്ങളാണ് സേനയിൽ നിന്ന് വിട ചൊല്ലുന്നത്? MiG-21. റഷ്യൻ നിർമ്മിത MiG-21 പകരം തദ്ദേശീയമായി വികസിപ്പിച്ച സുഗോയ് 30 MKI, തേജസ് CA എന്നിവ സേനയുടെ ഭാഗമാകും. 6 പതിറ്റാണ്ടോളം ഇന്ത്യൻ വ്യോമസേനയ്ക്കായി പറന്ന ഏത് വിമാനങ്ങളാണ് സേനയിൽ നിന്ന് വിട ചൊല്ലുന്നത്? MiG-21. റഷ്യൻ നിർമ്മിത MiG-21 പകരം തദ്ദേശീയമായി വികസിപ്പിച്ച സുഗോയ് 30 MKI, തേജസ് CA എന്നിവ സേനയുടെ ഭാഗമാകും. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തൻ. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഉപന്യാസം, നോവൽ, കേരള ചരിത്രം, സംസ്കാരം, വിവർത്തനം തുടങ്ങിയ വിഭാഗങ്ങളിലായി ഒട്ടേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, കേരള ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ തുടങ്ങിയവ കൃതികളാണ്.
2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തൻ. ഉപന്യാസം, നോവൽ, കേരള ചരിത്രം, സംസ്കാരം, വിവർത്തനം തുടങ്ങിയ വിഭാഗങ്ങളിലായി ഒട്ടേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, കേരള ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ തുടങ്ങിയവ പ്രധാന കൃതികളാണ്. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം 1993 നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം 1993 നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. 2022 ജേതാവ് സേതു. 2022 ജേതാവ് സേതു. പ്രഥമ പുരസ്കാരം 1993 നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. 2023 SK വസന്തൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വരുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളായ LDC, LGS തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ എത്തിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്